നമ്മുടെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5 through to verse 11, 5 മുതൽ 11 വരെയുള്ള വേദഭാഗം. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി അന്യോന്യം പോസ്റ്റ് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ കുഴിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അതിൽ യവനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരും എല്ലാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ സമയം ഈ വേദഭാഗത്തു നിന്ന് അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടതിൻ്റെയും ചിന്തിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും അതേ തുടർന്ന് നമ്മുടെ ജീവനാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ ചിന്തിപ്പാൻ നമുക്ക് ഇടയായിത്തീർന്നു. ഉയരത്തിലുള്ള നമ്മുടെ അല്ലെങ്കിൽ ഉയരത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഫോക്കസ് ശരിയാകുമ്പോഴാണ് ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം നന്നാകുന്നത്. അതുകൊണ്ടാണ് ഉയരത്തിലുള്ളതിനെക്കുറിച്ചും ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ആ വേദഭാഗം നമ്മൾ വായിച്ച വേദഭാഗം ആരംഭിക്കുന്നത് ആകയാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച് വരുവാനുള്ളവയെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉണ്ടാകുമ്പോൾ ഭൂമിയെക്കുറിച്ച് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭക്തനുണ്ട്, ഒരു പ്യൂരിറ്റൻ സെയിൻ്റാണ്, വില്യം ലോ എന്ന് പറയുന്ന ആ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന ഒരാളോട് രാഷ്ട്രീയ കാര്യവും സ്പോർട്സിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് വിനോദ ഉപാധികളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ആ മനുഷ്യൻ മറ്റൊരു ലോകത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന, ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മൾ ഇത് മറന്നു പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരു ലോകത്തിൻ്റെ അതിർവരമ്പിലാണ് നിൽക്കുന്നത്. മറന്നു പോകരുത്. വി ആർ ഓൺ ദ ബ്രിങ്ക് ഓഫ് അനദർ വേൾഡ്. വെദർ യു വാണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, അത് അംഗീകരിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. എനിക്കിന്ന് ആരോഗ്യമുണ്ട്, എനിക്ക് രോഗമില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരു ലോകത്തിൻ്റെ അതിർവരമ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കേണ്ടത്, നമ്മുടെ അകക്കണ്ണിൻ്റെ ഫോക്കസ് ആയിരിക്കേണ്ടത് ആ ലോകമായിരിക്കണം. ആ ലോകത്തിൻ്റെ കുറിച്ചുള്ള ഫോക്കസ് വ്യക്തമാണെങ്കിൽ ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിപ്പാൻ അത് നമുക്ക് പ്രാപ്തമാക്കി അതിന് കാരണമായി തീരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, നമ്മൾ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ ജീവൻ ദൈവത്തിൽ മറയപ്പെട്ടിരിക്കുക. അവർ ഹിഡൻ ലൈഫ്, മറയപ്പെട്ട ഒരു ജീവൻ. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും.
അതിനും സംശയമില്ല. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു ഒരു ദിവസം വെളിപ്പെടും. അന്ന് നാം കർത്താവിനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു ഇന്ന് നമ്മിൽ വെളിപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് തുടർന്നുള്ള വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നാം ക്രിസ്തുവിൽ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു ഒരു ദിവസം വെളിപ്പെടും. അന്ന് നാമും ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ, മഹത്വത്തിൽ വെളിപ്പെടും. എന്നാൽ ഇന്ന് നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു നമ്മിൽ വെളിപ്പെടണം. നമ്മിൽ നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു, ഹൗ ക്രൈസ്റ്റ് അവർ ലൈഫ് will be manifested in daily mundane earthly living. ദിനംതോറുമുള്ള സാധാരണ ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ ജീവനാകുന്ന ക്രിസ്തു എങ്ങനെ വെളിപ്പെടുന്നു എന്നതാണ് അടുത്ത അധ്യായങ്ങൾ മുഴുവൻ, അടുത്ത വേദഭാഗം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ എല്ലായ്പ്പോഴും മഹിമപ്പെടണമേ എന്ന് എനിക്കുള്ളൂ. ഞാൻ മരിക്കട്ടെ ജീവിക്കട്ടെ, കം വാട്ട് മേ, എനിക്കെന്തും സംഭവിക്കട്ടെ, എൻ്റെ മരണം കൊണ്ട് ക്രിസ്തു മഹിമപ്പെടണം. എന്നാൽ എൻ്റെ ജീവനിലും ക്രിസ്തു മഹിമപ്പെടണം. ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ജീവനിൽ വെളിപ്പെടുവാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമായ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എങ്ങനെയാകണം, എങ്ങനെയായിത്തീരും എന്നുള്ളതാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. അവൻ്റെ ചിന്തകൾ എങ്ങനെയാകും? ലോകക്കാർ വാഴ്ത്തിപ്പാടുന്ന പല ആസക്തികളോടുമുള്ള ഉയരത്തിലുള്ളത് കാഴ്ചപ്പാടായിരിക്കുന്ന ഒരു ഭക്തൻ്റെ മനോഭാവം എന്തായിരിക്കും? ബന്ധങ്ങളിൽ ഒരു ഭക്തൻ്റെ മനോഭാവം എന്തായിരിക്കും? ധനത്തെക്കുറിച്ച് ഒരു ഭക്തൻ്റെ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ഒരുവൻ്റെ മനോഭാവം എന്തായിരിക്കും? കുടുംബ ബന്ധങ്ങൾ അവൻ എങ്ങനെയായിരിക്കും? സഹോദരവർഗത്തോടുള്ള അവൻ്റെ മനോഭാവം എന്താ? താഴോട്ട് വായിച്ചു നോക്ക്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ക്രിസ്തു നമ്മുടെ ജീവനാണെങ്കിൽ ആ ജീവൻ എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ മനോഭാവത്തിൽ വെളിപ്പെട്ടിട്ട് എന്നെ ഓരോ ദിവസവും പുത്തനാക്കുന്ന, എന്നെ വളർത്തുന്ന, എന്നെ മറ്റൊരനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ജീവനാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. അതിൽ കുറഞ്ഞ ഒരു ജീവനല്ലെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. അത് വളരെ വിശദമായി പറയേണ്ട കാര്യമാണെങ്കിലും ഞാനത് പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ചു, ഭാവിയും ഇപ്പോഴുള്ള നമ്മുടെ ആത്മീക അനുഭവവും
നമ്മുടെ നിത്യജീവിതത്തിൽ എന്തോ ഇഫക്റ്റാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കിത് അറിയാമായിരിക്കും, പക്ഷേ വാട്ട് ഇഫക്റ്റ് ഡസ് ഇറ്റ് ബ്രിങ് ഇൻ ടു അവർ ഡെയിലി ലൈഫ്? അതാ വിഷയം. പ്രിയപ്പെട്ടവരെ, അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താ? അത് വളരെ പ്രാധാന്യമുള്ള കാര്യം. നമ്മൾ ആ കാര്യമാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ഭൂമിയിലുള്ള നമ്മുടെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. പുട്ട് ടു ഡെത്ത് ദെർഫോർ. പുട്ട് ടു ഡെത്ത്. ശ്രദ്ധിക്കണം, ആകയാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് മടങ്ങി വരുമെന്നുള്ള വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരു കള്ളപ്പെന്തോക്കോസ്തുകാരനും കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നില്ല. പിണങ്ങരുതേ. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത വിശ്വസിക്കുന്നെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ വിശ്വാസം ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? കുടുംബത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? കൊടുക്ക വാങ്ങലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? പണത്തോടുള്ള ആർത്തി കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടോ? കുറയുന്നോ, കൂടുന്നോ? അവിടേക്ക് ഇത് റിഫ്ലക്റ്റ് ചെയ്യണ്ടേ? അന്യോന്യമുള്ള ബന്ധങ്ങളിൽ, ജോലി സ്ഥലത്ത്, ബിസിനസ്സിൽ, ചന്ത പോകുമ്പം ഇവിടെയൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഏത്? ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഇവിടാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നെന്ന് നമ്മൾ ചുമ്മാ പറയുക, ഇത് ജീവിതത്തിലില്ലെങ്കിൽ വെറുതെ പറയുക. കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ കർത്താവ് പ്രത്യക്ഷനാകും. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, ഞാൻ സ്വതവേ ഇങ്ങനെയുള്ള സംസാരങ്ങളാണ്, ഇതൊക്കെ മാറി വരാൻ ഇച്ചിരി സമയമെടുക്കും. മാറ്റണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്, കുറച്ചുകൂടെയൊക്കെ മയമായിട്ടൊക്കെ പറയണമെന്ന്. പക്ഷേ ആവേശം വരുമ്പം ചിലപ്പോൾ അത് പറ്റുകയില്ല. നിങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചല്ലോ, കുറച്ച് നാളൂടെ ക്ഷമിക്കുക. താങ്ക് യു. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം, ഒന്ന്, എന്താ ഈ മരിപ്പിക്കണമെന്ന് പറയുന്നത്? രണ്ട്, ഈ മരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ഒക്കുന്ന പണിയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ആ വാക്യങ്ങളിലുള്ള എല്ലാ വിഷയവും നമുക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമുക്ക് തന്നെ അത് സ്റ്റഡി ചെയ്യാം. ഒന്ന്, ഈ മരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. കോപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പറ്റുമോ? പറ്റത്തില്ലേ? പറ്റും. കള്ളം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പറ്റുമെന്നേ. ഞാനും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നിവൃത്തിയുള്ളിടത്തോളം പറയുകയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സമസ്വഭാവമുള്ളവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ധൈര്യത്തോട് പറ.
ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുന്നില്ല, അത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ. പിണങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റുമല്ലോ. നമ്മളെ കൊണ്ട് പിണങ്ങാൻ പറ്റും, നമ്മളെ കൊണ്ട് ദേഷ്യപ്പെടാൻ പറ്റും, നമുക്ക് നല്ല ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ പറ്റും, പറഞ്ഞില്ലേ ഭയങ്കര അസ്വസ്ഥത നമുക്കുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അതിന് നമ്മൾ കേപ്പബിൾ ആണല്ലോ. ആണല്ലോ. അത് നമ്മുടെ ആദാമിലുള്ള ആ നേച്ചറാണ്. എന്നാൽ വീണ്ടും ജനിച്ചപ്പോൾ എന്തോ പറ്റി? വീണ്ടും ജനിച്ചപ്പോൾ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദിവ്യ സ്വഭാവം നമ്മുടെ ആദാമിൻ്റെ സ്വഭാവത്തെക്കാളും ശക്തി കുറഞ്ഞതാണോ കൂടിയതാണോ? കമോൺ പറ. ആണല്ലോ. അങ്ങനെയെങ്കിൽ ദേഷ്യപ്പെടാൻ നമുക്ക് കഴിയുമെങ്കിൽ ദേഷ്യപ്പെടാതെ സ്നേഹിക്കാൻ കഴിയുന്ന ആദാമിൻ്റെ സ്വഭാവത്തെക്കാളും ശക്തിയുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ തുടങ്ങി. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. ഭോഷ്ക് പറയാൻ കഴിയുന്ന ഒരുവന് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് സത്യം മാത്രം പറയാൻ കഴിയും. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞവൻ ഉള്ളിലുള്ളത് കൊണ്ട്, ദിവ്യ സ്വഭാവം നമ്മിൽ വന്നതുകൊണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് പോസിബിൾ. ദുർനടപ്പ് ഒഴിവാക്കാം, അശുദ്ധി ഒഴിവാക്കാം, അതിരാഗം ഒഴിവാക്കാം, ദുർമോഹം ഒഴിവാക്കാം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹവും ഒഴിവാക്കാം. വി ആർ കേപ്പബിൾ ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. ക്രിസ്തുവേശുവിൽ നമുക്കതിന് കഴിയും. ക്രിസ്തുവേശുവിൽ കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ ആ വിഷയത്തിലേക്ക് എനിക്ക് ഭയങ്കര ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവകൃപയിൽ പിന്നെയും ആശ്രയിക്കാം. ഒന്നാമത്, ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നേരത്തെ കണ്ടു, കൊലോസ്യർക്ക് ലേഖനം എഴുതുന്ന ഈ ലേഖനത്തിൽ തന്നെ കണ്ടു. അതിൻ്റെ 2:12, 20 വാക്യം, 3:3 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? നിങ്ങൾ മരിച്ചു. നിങ്ങൾ മരിച്ചു. അപ്പം നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ അതിൻ്റെ അർത്ഥം? പുതിയ നിയമത്തിൽ വേറെയും വേദഭാഗങ്ങളുണ്ട്. ഗലാത്യ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു കാര്യമായിട്ട് പറയുക. അപ്പോൾ ഗലാത്യരോടും ഇങ്ങനെയുള്ള ദൈവമക്കളോട്, കൊലോസിലോടുള്ളവരോടൊക്കെ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മരിപ്പിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ആ പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് മരണവും രണ്ട് കാര്യങ്ങളാണ്. പുതിയ നിയമത്തിൽ ഈ രണ്ട് മരണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു മരണം നമ്മിൽ സംഭവിച്ച ഒരു മരണമാണ്. മറ്റൊരു മരണം നമ്മിൽ നാം ചെയ്യേണ്ട ഒരു കില്ലിങ്ങിനെ കുറിച്ച്, ഒരു മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് സംഭവിച്ച മരണം. അതാണ് നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? മരിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു. അപ്പം നമ്മൾ മരിച്ചു. അത് ഒരു മരണം.
എന്നാൽ അവിടെ നമ്മിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ ഇത് നാം ചെയ്യേണ്ട കാര്യമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്ന്, the first death, it happened to us. Now we have to put to death something in us. അതുകൊണ്ടല്ലേ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 5:24, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ. അപ്പോൾ അതാര് ചെയ്യുന്നതാ? മറ്റേത് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ദൈവം ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ ഇത് നാം ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ ചെയ്യണം. വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാനൊന്ന് പറയാം. നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവിനോടുള്ള ഏകീകരണം നിമിത്തം പാപം നിമിത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മരിച്ചു. എന്നാൽ ഈ മരണം അതല്ല, ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലൂടെ. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന്, പാപസംബന്ധമായിട്ട് പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു അനുഭവിച്ചപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ഭക്തനും മരിച്ചു. നമ്മളത് കണ്ടു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചിരിക്കുന്നു. ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ഇനി ജീവിക്കുന്നവർ എങ്ങനാ? തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് മാത്രമല്ല, നിങ്ങൾ മരിച്ചവരെന്ന് എണ്ണുവീൻ. അപ്പം നമ്മൾ മരിച്ചു. ക്രിസ്തുവിനോടുള്ള ഏകീകരണം നിമിത്തം നമ്മൾ മരിച്ചു. എന്നാൽ ഈ മരണം നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലൂടെയുള്ള മരണമാണ്. വി ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചുവോ ആ ജീവിതത്തെ അനുകരിക്കുന്ന ഒരു ഭക്തൻ മരിക്കുകയാണ്. ആദ്യത്തെ മരണം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ രണ്ടാമത്തെ മരണം നാം ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയാണ്. ആ രണ്ടാമത്തെ മരണത്തെക്കുറിച്ചാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. ലൂക്കോസ് 9:23 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഒത്തിരി പേര് അനുഗമിക്കണമെന്നൊന്നും കർത്താവിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാവരും വിട്ടുപോയപ്പം മരണത്തെക്കുറിച്ചും ശരീരം ഭക്ഷിക്കണമെന്നും രക്തം കുടിക്കണമെന്നും ഒക്കെ പറഞ്ഞപ്പം എല്ലാവരും വിട്ടുപോയി. അത്ഭുതം ചെയ്തവരും കൂടെ കൂടിയവരും 70 പേരും എല്ലാവരും പോയി. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് 12 പേരോട്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ നിൽക്കുന്നേ? അവർ പോയതുപോലെ അങ്ങ് പൊക്കൂടെ? എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കർത്താവിനെ ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിക്കണോ, അവന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ കാര്യമാണ്. വേണേ അനുഗമിച്ചാൽ മതി, വേണമെങ്കിൽ. പക്ഷെങ്കിൽ വൺസ് യു സ്റ്റാർട്ട് ഫോളോവിങ് ക്രൈസ്റ്റ്, എന്നാൽ ഒരിക്കൽ കർത്താവിനെ അനുഗമിപ്പാൻ തുടങ്ങിയാൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇല്ല, 2-1 തിരഞ്ഞെടുക്കാനില്ല. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? ലൂക്കോസ് 9:23 ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, താല്പര്യമുണ്ടെങ്കിൽ ഇച്ഛിച്ചാൽ, അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും ദിവസം തോറും. പ്രിയമുള്ളവരെ, ഈ കാര്യമാണ് ദൈവവചനത്തിൽ നമ്മളിവിടെ കാണുന്നത്. ആദ്യം പാപസംബന്ധമായിട്ട് മരിച്ചത്
കർത്താവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്നതിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അപ്പം ഞാൻ മരിച്ചേ പറ്റൂ. അത് സംഭവിച്ചു, ക്രൂശിൽ സംഭവിച്ചു. എന്നാൽ രണ്ടാമത്തെ മരണം പാപത്തിൻ്റെ ആ ശക്തിയോടുള്ള മരണം. പാപം എന്നെ പിടിച്ചടക്കാൻ വരുമ്പം എനിക്കതിന് ഗിവ് ഇൻ ചെയ്യാൻ മനസ്സില്ല. ഞാൻ അതിൽ നിന്ന് മരിക്കുന്നു. ഐ സേ നോ ടു സിൻ. മനസ്സിലാവുന്നോ? അതാ മരണം. എൻ്റെ ഹൃദയത്തിൽ കോപം നാമ്പെടുക്കുമ്പം, തുടങ്ങുമ്പം, ഞാൻ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പോലും അത് പാപമാകൊണ്ട് അത് തുടങ്ങുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് അതിനോട് നോ എന്ന് പറയുന്നത് മരണമാണ്. We are dead to sin and we daily die to sin. ആദ്യത്തെ മരണം കഴിഞ്ഞകാല അനുഭവമാണെങ്കിൽ ഈ മരണം ദിവസേന ആവർത്തിക്കപ്പെടുന്ന മരണമാണ്. ഇതൊന്നുകിൽ കർത്താവിൻ്റെ വരവ് വരെയോ അല്ലെങ്കിൽ നമ്മുടെ അവസാന ശ്വാസം വരെയോ ആവർത്തിക്കപ്പെടുന്ന മരണമാണ്. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:31 പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ ദിവസേന മരിക്കുന്നു. ഒരിക്കൽ ഞാൻ മരിച്ചതാ, അത് കഴിഞ്ഞുപോയി, അതൊരിക്കലായിട്ട് സംഭവിച്ചതാ. എന്നാൽ ഇന്ന് ഞാൻ ദിവസേന മരിക്കുന്നു. ഈ മരണമാണ് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുന്ന ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എന്ന മരണം. കേട്ടെ, എല്ലാവരും കേട്ടെ, ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എന്ന മരണം ജീവിതത്തിൻ്റെ അനുഭവം ആകേണം. ആകും. ആർക്കനുഭവമാകും? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്ന, ഉയരത്തിലുള്ളത് ധ്യാനമായിരിക്കുന്ന ഒരു ഭക്തന് ഇത് ജീവിതാനുഭവമാകും. റോമർ 8:13 ഒന്ന് വായിച്ചേ. റോമർ 8:13. പെട്ടെന്ന് ക്യുക്ക്. ശ്രദ്ധിക്കണം, ഇതാരോടായി പറയുന്നത്? ആരോടായി പറയുന്നേ? അവിശ്വാസികളോടാണോ? അല്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളോടൊന്ന് പറഞ്ഞേ. നമ്മൾ ചിലപ്പോൾ നമ്മോട് തന്നെ സംസാരിക്കത്തില്ലേ? സംസാരിക്കണം. ആരും കേൾക്ക സംസാരിക്കേണ്ട, കാരണം തലയ്ക്ക് സുഖമില്ലെന്ന് ആൾക്കാരവർക്ക്. ആരും ഇല്ലാത്തപ്പം പറയണം, നമ്മളോട് തന്നെ പറയണം. എന്താ പറയണ്ടേ? ജഡത്തിൻ്റെ ഇച്ഛ ഇങ്ങോട്ട് വരുമ്പം പറയണം, നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. എൻ്റെ പ്രിയരെ, ഈ തന്നെ വർത്താനം പറയുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണമൊന്നുമല്ല കേട്ടോ. പഴയ നിയമത്തിൽ ഭക്തന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, എൻ മനമേ. ആരോടാ പറയുന്നേ? തന്നെത്താൻ പറയുകയാ ആണോ? തന്നെത്താൻ വർത്താനം പറയുന്നത് നമുക്കൊത്തിരി നല്ലതാ. അത് കൂടിപ്പോകല്ലെന്നേ ഉള്ളൂ. അത്യാവശ്യത്തിന് വേണം, ഒത്തിരി നല്ലതാ. അപ്പം അങ്ങനെ പറയണം. ജഡത്തെ അനുസരിക്കുന്നെങ്കിൽ, പണ്ട് കൊച്ചു ഉപദേശി വിശന്നിങ്ങനെ പോയപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള, ഭയങ്കര വിശന്ന് കഴിക്കാനൊന്നുമില്ലാതെ ഇങ്ങനെ പോയപ്പോഴാണ് കാപ്പിക്കടയിൽ ഏതാണ്ട് ഒരു ബോണ്ടായോ ഏതാണ്ട് ഇരിക്കുന്ന കണ്ടുകൊണ്ട് അത് നോക്കി ഇങ്ങനെ ആ വിശപ്പിൻ്റെ വിളി കൊണ്ട് ഇങ്ങനെ നോക്കി നടന്നു. അപ്പോൾ കാല് തട്ടി മറിഞ്ഞു വീണപ്പം അദ്ദേഹം പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ, നീ അവിടെ കിടക്ക്, നിനക്കത് വേണം, നീ ആവശ്യമില്ലാത്തടത്ത് നോക്കാൻ പോയത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞെന്നാ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിവേ, അതൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നു.
അപ്പം നമ്മളോട് തന്നെ എന്തോ പറയണം? ജഡത്തെ അനുസരിച്ച് നീ ജീവിച്ചാൽ മരിക്കും നിശ്ചയം. എന്നാൽ അടുത്തത് ആത്മാവിനാൽ, അത് അണ്ടർലൈൻ ചെയ്യണം. ജഡത്തെ അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് തന്നെ കഴിയും, എന്നാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ എനിക്ക് തന്നെ കഴിയത്തില്ല. ആശ്വാസപ്രദനെ എൻ്റെ ഉള്ളിൽ പകർന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ ഞാൻ എന്ത് ചെയ്യും? ജീവിക്കും. കിൽ ദാറ്റ് വിച്ച് ഈസ് എർത്ത്ലി. ഭയങ്കര പവർഫുള്ളായിട്ടാണ് ആ വാക്യം പറയുന്നത്. നിശ്ചയമായിട്ടും നമ്മുടെ ജീവൻ ദൈവത്തിൽ ക്രിസ്തുവിനോടൊപ്പം മറഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇത് സാധ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇതൊരു ഒരു 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 ഡിസൈസീവ് ആക്ഷനാണ്. ഈ ഭയങ്കര ഡ്രാസ്റ്റിക് സ്റ്റെപ്പ്, ഭയങ്കര മനഃപൂർവമാകുന്ന സ്റ്റെപ്പ് എടുത്തെങ്കിലേ ഇത് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ പ്രശ്നം, നമ്മൾ പലതും മനഃപൂർവമാകുന്ന സ്റ്റെപ്പ് എടുക്കുകയില്ലെന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ഈ ബോംബെയിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഴക്കാലത്ത് ഈ വാട്ടർ ബോൺ ഡിസീസസ് വരും. ഒരു സമയത്ത് ഡോംബെവില്ലി ഫീവർ എന്നും പറഞ്ഞൊരു ഫീവർ ഉണ്ടായി. അപ്പോൾ അന്ന് മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞ ഒരു കാര്യം, വെള്ളം എടുത്തിട്ട് 20 മിനിറ്റ് തിളപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ 20 മിനിറ്റ് അല്ല 25 മിനിറ്റൊക്കെ തിളപ്പിക്കാറുണ്ടായിരുന്നു. കാരണം അത് ഉള്ളിൽ കയറിയാൽ വരുന്ന ഭവിഷ്യത്ത് അറിയാമായിരുന്നു, അതുകൊണ്ടാണ്. എന്നാൽ കുറഞ്ഞ പക്ഷം അത്രയുമെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചുള്ള ബോധമെങ്കിലും ആത്മീക വിഷയത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്നേ നന്നായേനെ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നമ്മുടെ ആത്മാവിനേക്കാളും നമുക്ക് കരുതലുണ്ട്. 20 മിനിറ്റ് തിളപ്പിക്കണമെന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് തിളപ്പിക്കും. അക്സെപ്റ്റബിൾ ലെവലായിട്ടുള്ള ഈ കൊലായെ ഉള്ളെന്ന് പറഞ്ഞാലും നോ അത്രയും പോലും വേണ്ട. ആ അക്സെപ്റ്റബിൾ ലെവലും നമുക്കെന്തല്ല, അക്സെപ്റ്റബിൾ അല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നിശ്ചയമായിട്ടും നമ്മളൊരു വളരെ ഖണ്ഡിതമായ മനഃപൂർവമായ ഒരു സ്റ്റെപ്പ് എടുക്കാതെ നമ്മുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൽ അശുദ്ധിക്ക് 0 ടോളറൻസാണ് ഉള്ളത്. കർത്താവ് അശുദ്ധിയെ സഹിക്കുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തമാണ്. കർത്താവ് പറഞ്ഞ ഒരു വാക്കൊന്ന് വായിച്ചേ. ഇത് പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം ഞാനിത് പതുക്കെ പോകുന്നത്, ഈ പറയുന്നത് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വന്നെങ്കിലേ ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഉള്ളിക്കകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പതുക്കെ പോകുന്നത്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും വേദവസം തുറന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറക്കണം. ഒരാൾ അത് ഉറക്കെ ഒന്ന് വായിക്കണം. മർക്കോസ് 9:43 മുതൽ 47 വരെയുള്ള ആ വേദഭാഗം മൈക്കിൽ കൂടെ ആരെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ അത് കേൾക്കുന്നവർക്ക് പിന്നീട് റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് ജൂബി ഒന്ന് വായിക്കാമോ? വായിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 43 മുതൽ 9-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വേദഭാഗം വായിച്ചു.
ഓക്കെ, സ്തോത്രം. ഞാനങ്ങ് വായിക്കാം ബ്രദറെ. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കിടക്കുന്നത് 2 കൈയുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കിടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയെ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ല. ഇതെന്നായി പറയുന്നേ? കണ്ണ് ചൂന്നുകളക, കാല് വെട്ടിക്കളക, കൈ വെട്ടിക്കളക. ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല. കർത്താവ് ഉപമ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആൾക്കാർ ഇതിനെ അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനസ്സിലാക്കണം, ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ കൈ മുറിഞ്ഞു പോയാൽ നമുക്കത് ഫീൽ ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. അപ്പം അങ്ങനെയെങ്കിൽ പാപത്തോടുള്ള ബന്ധത്തിൽ കൈ ഇല്ലാത്തവനെ പോലെ, കണ്ണില്ലാത്തവനെ പോലെയും കാലില്ലാത്തവനെ പോലെയും ജീവിക്കാൻ കഴിയുന്ന ഉറച്ച തീരുമാനമുള്ള അവസ്ഥയ്ക്കാണ് ഭൂമിയിലുള്ള അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിപ്പീൻ. വളരെ ഖണ്ഡിതമാണ്, വളരെ ഡ്രാസ്റ്റിക്കാണ്. നാം മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞതനുസരിച്ച് ഒന്നുകിൽ 2 കൈയും കൊണ്ടും 2 കാലും കൊണ്ടും 2 കണ്ണും കൊണ്ടും നമ്മൾ എങ്ങോട്ട് പോകും? നരകത്തിൽ പോവും. അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായി 1 കാലുള്ളവനായി 1 കൈ ഉള്ളവനായിട്ട് എങ്ങോട്ട് പോവും? ജീവനിൽ പോവും. ഏതാ നല്ലത്? എൻ്റെ ഒപ്പം വന്ന ഏതാ നല്ലത്? അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പാസ്റ്റർ അലക്സാണ്ടർ മക്ലേറിൻ എന്ന് പറയുന്ന ആ ദൈവഭൃത്യൻ മനോഹരമായിട്ട് ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരു ഫാക്ടറിയിൽ ഇങ്ങോട്ട് രാജൻ ബ്രദർ ഇങ്ങോട്ട് ഫാക്ടറിയിൽ ഒരു മെഷീനിൽ പണിയെടുക്കുന്ന ഒരു പ്രിയപ്പെട്ടവൻ അങ്ങനെ പ്രിയപ്പെട്ടു. അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എങ്ങനോ വിരൽ ആ 2 റോളറിൻ്റെ ഇടയ്ക്ക് അങ്ങ് ആയിപ്പോയി. നിമിഷ നേരം ഇടയ്ക്കായിപ്പോയി. പതുക്കെ കൈ അകത്തോട്ട് കയറാൻ പോകാം. എന്താ ചെയ്യേണ്ട? ആരുമില്ല. ഒരു നിമിഷം അടുത്ത് കിടന്ന ആ കോടാലി എടുത്ത് നിഷ്കരുണം വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇവൻ മുഴുവൻ ആ റോളറിനകത്തോട്ട് കയറാൻ പോവാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതാ വിഷയം. ഭൂമിയിലുള്ള അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിക്കുക. put to death. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര ഖണ്ഡിതമായിരിക്കെ പാപത്തോടുള്ള മനോഭാവത്തെക്കുറിച്ച് ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഇത്ര ഖണ്ഡിതമായി പറഞ്ഞിരിക്കെ പാപത്തെ പുനർനിർവചനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവസഭയോട് പറയുന്നു. അടുത്ത കാലത്ത് കണ്ട ഒരു ക്ലിപ്പ്, യേശു കർത്താവിൻ്റെ വരവിന് മുൻപ് പാപമെന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അതായിരുന്നു. യേശു കർത്താവ് വന്നതിന് ശേഷം പാപത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. ആ പ്രിയപ്പെട്ടവനോട് എനിക്ക് ഒരു വിദ്വേഷവുമില്ല, പക്ഷേ ആശയത്തോട് എനിക്ക് ഭയങ്കര
പ്രതിഷേധമുണ്ട്. കാരണം ഒത്തിരി പേരെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള ഒരാശയമാണത്. അതുകൊണ്ട് ജീവൻ്റെ വിഷയമായതുകൊണ്ട് എനിക്ക് പ്രതിഷേധമുണ്ട്, അല്ല എനിക്ക് വിഷയമില്ല. അദ്ദേഹം പറഞ്ഞത് കർത്താവ് വന്ന ശേഷം പാപത്തിന് അർത്ഥ വ്യത്യാസം വന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഗലാത്യലേഖനം കീറിക്കളയണം, റോമാലേഖനം കീറിക്കളയണം എൻ്റെ പ്രിയ പാസ്റ്ററെ. കൊലോസ്യലേഖനത്തിലെ അധ്യായങ്ങൾ കീറിക്കളയണം, യോഹന്നാൻ്റെ 1-ാം ലേഖനം കീറിക്കളയണം, എബ്രായ ലേഖനം കീറിക്കളയണം. കർത്താവ് വന്ന ശേഷം പാപത്തിന് അർത്ഥവ്യത്യാസം വന്നെന്ന്. അദ്ദേഹത്തിൻ്റെ നിർവചനത്തിൽ ഒന്നേ ഉള്ളൂ പാപം. അത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു വാക്യത്തെ വളച്ചൊടിച്ച് അദ്ദേഹം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കാതെ കൊണ്ട് പാപത്തെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, അപ്പം എന്താ പാപം? യേശു വരുന്നതിന് മുൻപേ കൽപ്പനകളുടെ ലംഘനമായിരുന്നു പാപം എങ്കിൽ, യേശു വന്നതിന് ശേഷം യേശുവിൽ വിശ്വസിക്കാത്തതാണ് പാപം എന്ന് അർത്ഥ വ്യത്യാസം വന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയ സെന്റർ പാസ്റ്ററെ, കർത്താവിന് എന്നാ മാനസാന്തരം വന്നത് പറയാമോ? അങ്ങ് പറയുന്നതനുസരിച്ച് അവിടുത്തേക്ക് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ലാത്ത, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിൽക്കുന്ന ദൈവത്തിന് മാറ്റം വന്നു എന്ന് പറയുന്ന ദൈവദൂഷണമാണ് അങ്ങ് പറഞ്ഞത്. അർത്ഥവ്യത്യാസം വന്നെന്ന്. നോ, അർത്ഥവ്യത്യാസം വന്നില്ല. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇവിടെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:5. ശ്രദ്ധിക്കണം, ദുർനടപ്പ് ഇത് പാപമാണോ? പാപമാണോ അല്ലയോ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ അത്യാഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ട സെൻട്രൽ പാസ്റ്ററെ, അത് പാപമാണോ? ആൻസർ മീ പ്ലീസ്. അല്ലെന്നാണോ ചിന്ത? എന്നാൽ അടുത്ത വാക്യം വായിര്. യെസ്, ഈ വക നിമിത്തം. വായിച്ചേ. ദൈവകോപം ആരുടെ മേൽ വരുന്നു? പാപമാണോ അല്ലയോ? അയ്യോ, നിത്യ അന്ധകാരത്തിലേക്ക് ഒത്തിരി പേരെ തള്ളിവിടുന്ന വ്യാജ കൃപയുടെ സുവിശേഷകന്മാരോട് ഒത്തുചേർന്ന് എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരുവൻ ഇത് വിളിച്ചു പറഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട്. അത് തെറ്റാ. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കാം ആരാണെന്നോ എന്താണെന്നോ. അറിയാമെങ്കിൽ ഓക്കെ, അറിയത്തില്ലെങ്കിൽ ഓക്കെ, എനിക്കത് വിഷയമല്ല. ആളല്ല എനിക്ക് വിഷയം, ആശയമാ വിഷയം. ഞാനിത് പറയുന്നത് വളരെ ഹൃദയവേദനയോടാണ്. കാരണം അദ്ദേഹം നല്ല ഒരു പ്രസംഗകനാണ്, നല്ല ബോധ്യമുള്ള ഒരാളാണ്, നന്നായി സംസാരിക്കാൻ അറിയാവുന്നയാളാണ്. ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തെ കേൾക്കുന്നതാ. അയ്യോ, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ ഇത്? അല്ലെങ്കിൽ പിന്നെന്താണിത്? ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ പാപം ഇല്ലല്ലോ, ആ വ്യാഖ്യാനം അനുസരിച്ച്. നോ, ഇത് ദൈവമക്കളോടാണ് പറയുന്നത്. Put to death. എന്ത് ചെയ്യണം?
പാപം ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ, ഇത് അനുസരിക്കാത്തവൻ്റെ മേൽ എന്തു കേട്ടാവും? ആത്യന്തികമായിട്ട് നരകത്തിൽ തള്ളിയിടുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി നിമിത്തമാണ്. ഒരുവൻ നിത്യത നഷ്ടപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കാത്തത് നിമിത്തമാണ്. അത് മരണകരമാകുന്ന പാപം തന്നെയാണ്, സംശയമില്ല. പക്ഷേ എന്ന് വെച്ച് പാപത്തിന് അർത്ഥവ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ പാപം ഒന്നും അല്ലെന്ന് വരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ അപകടമാണിത്. എനിക്കറിയാം, ഓരോ പ്രസംഗം കഴിയുമ്പോഴും ഞാൻ ഒത്തിരി ശത്രുക്കളെ സമ്പാദിക്കാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെയും ശത്രുക്കളെ സമ്പാദിക്കുക. എനിക്കത് വിഷയമല്ല, നോ. എന്നാൽ താഴ്മയോടെ വിനയത്തോടെ ഞാൻ പറയുക, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്കത് ബോധ്യമാക്കി തരാം. ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ടെൽ മീ. എനിക്ക് ആരെയും ഇന്നാൾ തെറ്റാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ദൈവമക്കളെ തെറ്റിച്ച് കളയുന്ന ഈ വലിയ അനർത്ഥത്തെക്കുറിച്ച് വിരൽ ചൂണ്ടാൻ എനിക്കൊരു ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പലരും വാച്ച് ചെയ്യുന്നതായതുകൊണ്ട് വാച്ച് ചെയ്യട്ടെ. അറ്റ്ലീസ്റ്റ് ദർ ഈസ് വൺ വോയിസ് ഈസ് ദർ. ഒരു ശബ്ദമേലും വരട്ടെ. ദൈവവചനം എന്താ പറയുന്നത്? 1 യോഹന്നാൻ 3:4, പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 5:17, ഏത് അനീതിയും പാപം ആകുന്നു. ഏതനീതിയും പാപമാകുന്നെന്ന് വേദപുസ്തകം പറയുമ്പം പാപത്തിന് അർത്ഥവ്യത്യാസം പറഞ്ഞെന്ന് വന്നാൽ എന്താ അത്? മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിപ്പിൻ. ഇതിനെ മരിപ്പിക്കുവാൻ ദൈവം ഒരു ഇൻബിൽറ്റ് പവർ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ ഞാനത് വിശദമാക്കാം. എന്താണ് ആ ഇൻബിൽറ്റ് പവർ? ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതുനിയമത്തിൽ, അല്ലെങ്കിൽ ഈ പുതുനിയമത്തിൻ്റെ അനുഭവത്തിൽ അത് ഉള്ളടക്കം ചെയ്ത ദൈവം നമ്മെ അവിടുത്തെ മക്കളാക്കിയത്. എഹെസ്കേലിൻ്റെ പ്രവചനം 36-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. എഹെസ്കേൽ 30, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയ നിയമത്തിൻ്റെ സവിശേഷത എന്താ? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പിന്നെ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പണ്ടെങ്ങനായിരുന്ന ആത്മാവ്? മുകളിൽ വരും പോകും, വരും പോകും, വരും പോകും. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ? ഒരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അടുത്തത്, ഞാൻ മാറ്റും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായിട്ടുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പിന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ. നമ്മുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും. അതിൻ്റെ രഹസ്യം ഇതാ. അതുകൊണ്ടല്ലേ ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ അത് വളരെ മനോഹരമാണ്. ദൈവത്തിൻ്റെ കൃപയും അതേസമയം നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചും ആ 2 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2:12-13, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്നാദ്യം പറയുന്നു. എന്നാൽ അടുത്തത്, ഇച്ഛിക്ക എന്നും പ്രവർത്തിക്ക എന്നും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് ജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യാൻ
താല്പര്യമുള്ള, ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയാനുണ്ട്. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും തിരുവുള്ളമുണ്ടായിട്ട് ദൈവമല്ലോ നമ്മിൽ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കും. പക്ഷെങ്കിൽ നമുക്കെന്തുണ്ടാകണം? ആ താല്പര്യം ഉണ്ടാകണം. നമുക്ക് താല്പര്യമുണ്ടോ? ദൈവം പ്രവർത്തിക്കും. ഭൂമിയിലുള്ളവരെ അവയവങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? മരിപ്പിക്കാൻ കഴിയും. അത് പോസിബിളാണ്. ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. ഇതിനകത്ത് ദൈവം അവിടുത്തെ കൃപയിൽ നമുക്ക് ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഉത്തരവാദിത്വം നമുക്ക് തരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇത് പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് താഴോട്ട് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താ? മരിച്ച യേശു കർത്താവിനെ കല്ലറയിൽ നിന്ന് മടക്കി വരുത്തിയ ശക്തി അതാർക്ക് അവൈലബിൾ ആണെന്നാണ് വേദോസം പറയുന്നേ? വിശ്വസിക്കുന്ന നമുക്ക് അവൈലബിളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പിച്ചുണ്ടാക്കുന്ന സങ്കല്പലോകമല്ല. വിശ്വാസമെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്ന് കർത്താവേ, എനിക്ക് കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയിൽ അള്ളിപ്പിടിക്കുക. ഐ കനോട്ട് ഡു ഇറ്റ്, ഡു ഇറ്റ് ഫോർ മീ ടുഡേ. ഇത് പറയാൻ പറ്റുമോ? അതാ വിശ്വാസം. കർത്താവേ, എനിക്ക് പറ്റത്തില്ല, എനിക്കൊക്കെയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങയെ സാഷ്ടാംഗം ആ പാദപീഠത്തിൽ വീണ് ഞാൻ വന്നിച്ച് ഹള്ളിപ്പിടിച്ചിരിക്കുക. ആ മാർവിടത്തിൽ എൻ്റെ തലയിരിക്കട്ടെ, എനിക്കൊക്കത്തില്ല. ഓ, പാപം ചെയ്യാതെ എന്നെ കാക്കണമേ എന്ന് വിനയത്തോടെ, താഴ്മയോടെ, സങ്കടത്തോടെ കർത്താവിനോട് പറഞ്ഞ് ജീവിതം തുടങ്ങുന്ന ഒരു ഭക്തനിൽ അളവറ്റ ശക്തി പകൽ മുഴുവൻ വ്യാപരിച്ചിട്ട് അവൻ ജയകരമായിട്ട് ജീവിക്കും. ഈ അളവറ്റ ശക്തി ആർക്ക് അവൈലബിളാ? നമുക്ക് അവൈലബിളാ. നമ്മളൊന്നും പോകരുത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. 2-ാമത്തെ വിഷയം കർത്താവ് വരും താമസിച്ചാൽ അത് വളരെ പ്രാധാന്യമുള്ള, നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇതിനെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നേ? കൊല്ലണമെങ്കിൽ ഈ ഏറ്റവും നല്ല മാർഗം അതിന് തീറ്റ കൊടുക്കാതിരുന്നാൽ മതി. അതിന് വേണ്ട ഇന്ധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെന്ത് പറ്റുമെന്നറിയാമോ? നല്ല കൊഴുത്ത് തടിച്ച് വളർന്നു വരും. എന്നാൽ അതിന് വേണ്ട തീറ്റി കൊടുക്കാതിരിക്കാമെങ്കിൽ അത് താനെ ക്ഷീണിക്കാൻ തുടങ്ങും. ഈ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അവിടെയൊക്കെ ഈ പാടത്ത് നെല്ല് വിതയ്ക്കുന്ന കർഷകർ ഇങ്ങനെ നല്ല തഴച്ചു നിൽക്കും. നല്ല പച്ച കളറുള്ള നെല്ല് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് എന്തോ ഒരു നല്ല നെല്ലാണ്. 3-4 ദിവസം കഴിഞ്ഞ് അതിലേ വരുന്നുണ്ടെങ്കിൽ കാണാം ഈ പച്ച കളറുള്ളതൊന്നും അവിടെ കാണുകയില്ല. ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇതെന്നോ കളിയാപ്പാ, നല്ല ബലത്തോടെ വളർന്നു വന്നത് എല്ലാം പറിച്ചു കളഞ്ഞല്ലോ.
നടുക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ലാതെ അല്പം ഒരു മഞ്ഞ നിറത്തിലൊക്കെ കുറേ സാധനം അവിടെ നിൽപ്പുണ്ട് താൻ. എന്നാൽ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അല്പം മഞ്ഞളിച്ചിരുന്ന ഈ സംഭവത്തിന് കളർ വ്യത്യാസം വരാൻ തുടങ്ങും, അതങ്ങോട്ട് പച്ചയാകാൻ തുടങ്ങും. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പം കാണാം ഇപ്പുറത്ത് പിന്നെയും കിളിച്ചു വരുന്നു. പക്ഷേ ഈ കർഷകൻ എന്തോ ചെയ്യും? അത് പിഴുത് കളയും. അത് പിന്നെയും വരും, പിഴുതോണ്ടേയിരിക്കും. അങ്ങനെ പിഴുതോണ്ടിരിക്കുമ്പം ഈ ശരിയായിട്ടുള്ളത് ശക്തി പ്രാപിക്കാൻ തുടങ്ങും. ഇത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ? ലോകക്കാർ നമ്മളെ ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നമുക്ക് മനസ്സുണ്ടാകും. എന്നാൽ ദ്രവ്യാഗ്രഹം നമുക്ക് ഒഴിവാക്കാം. ലോകക്കാരൻ്റെ ദൃഷ്ടിയിൽ അയലോക്കത്തുകാരൻ BMW മേടിക്കുമ്പം ഇപ്പുറത്ത് ഞാൻ പിന്നെന്തുവാ അതിനേക്കാൾ വലുതേതാ അത് മേടിക്കുന്നത്. ലോകക്കാരൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3 ബെഡ്റൂം ഉള്ളത് പണിയുമ്പം ഇപ്പുറത്ത് 5 ബെഡ്റൂം പണിയുന്നതാ. ഇതങ്ങ് മാറ്റിവെക്ക. ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഇത് കൂടിയേ തീരൂ എന്ന് പറയുന്നത് അങ്ങ് മാറ്റിവെക്കാൻ തയ്യാറാകുമോ? അതിനോടുള്ള താല്പര്യം കുറയും. iPhone 4 ഉണ്ട്, എന്നാൽ ഇപ്പം 6 ഇറങ്ങാൻ പോവുക. അതിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് അത് കൂടിയേ തീരൂ. ആവശ്യമുണ്ടേ മേടിച്ചു, അത് വേറെ വിഷയം. ഞാനിത് ഉദാഹരണം പറയുക. ആവശ്യമുള്ളത് മേടിച്ചു, അതല്ല വിഷയം. എൻ്റെ വിഷയം അതല്ല, ആശയം മനസ്സിലാക്കുക. ഈ ലോകം ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കാമെങ്കിൽ നമുക്കിതിനെ കൊല്ലാൻ പറ്റും. പിന്നെ അനാവശ്യമായ പൈങ്കിളിക്കഥ വായന അങ്ങ് നിർത്താമോ? പലതും ഒഴിവാക്കാം. TV സീരിയലും നിർത്താമോ? ഗുണം വരും. പ്രാർത്ഥന നന്നാകും. സീരിയലിൻ്റെ സമയമനുസരിച്ച് പ്രാർത്ഥനയെന്ന് നമ്മൾ വിളിക്കുന്ന സാധനം സീരിയൽ സമയമനുസരിച്ച് ക്രമീകരിക്കുന്ന പരിപാടി നിർത്താമോ? ഗുണം വരും. സ്റ്റാർവ് ദാറ്റ് ടു ഡെത്ത്, പുട്ട് ടു ഡെത്ത്. ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുത്തേ പറ്റൂ. കൈയും കാലും കണ്ടിക്കുന്നത് പോലെ, വെട്ടി കളയുന്നത് പോലെ, കണ്ണ് ചൂന്ന് കളയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഈ സ്റ്റെപ്പ് എടുക്കാൻ കർത്താവേ ഞാൻ തയ്യാറാണെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ആരും കൈവക്കണ്ട, ഉള്ളി പറയാൻ ആർക്ക് സാധിക്കും? നിങ്ങൾക്ക് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ കഴിയും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്.